നമ്മളെങ്ങനെയാണ് മുടിയുടെ കെയർ ചെയ്യുന്നത്? അതായത് സാധാരണ ഹെയർ കെയർ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഓയിലിങ്ങും അതുപോലെ ഷാമ്പൂയിങ്. അപ്പം ഇത് പലപ്പോഴും ആൾക്കാർക്ക് പല സംശയങ്ങളാണ്. എങ്ങനെയാണ് എണ്ണ തേക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ ഞാൻ ഏത് തരം ഷാമ്പൂ ആണ്, എത്ര തവണ ഉപയോഗിക്കും, ഇങ്ങനെ പലതരത്തിലുള്ള ഡൗട്ടുകളാണ് എല്ലാവർക്കും. അപ്പം ആദ്യം തന്നെ നമ്മൾ സ്കാൽപ്പിൻ്റെ ഇഷ്യൂസും അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ നമുക്ക് എങ്ങനെ തരംതിരിക്കാം. നോർമലി നമുക്ക് നമ്മുടെ മുടിയുടെ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് ഓയിലി ഹെയർ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പ്, രണ്ടാമത്തെ ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ ഹെയർ, മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താരനാണ്, നാലാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിലാണ്, അഞ്ചാമത് കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നരയാണ്, നേരത്തെ കാണുന്ന നര, പ്രിമച്ചർ ഗ്രേയിങ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഈ ടൈപ്സിലൊക്കെ തന്നെ അതിൻ്റെ ഓയിലിങ്ങും അതുപോലെ ഷാമ്പൂയിങ്ങും ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിക്കും അതുപോലെ സ്കാൽപ്പിനൊക്കെ നല്ലതാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ ഓയിലി ഹെയർ ആണെങ്കിലും അതുപോലെ ഡ്രൈ ഹെയർ ആണെങ്കിലും ഇതിന് എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ എണ്ണയ്ക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉള്ള എണ്ണകളാണ് യൂസ് ചെയ്യാൻ നല്ലത്. സാധാരണ വെളിച്ചെണ്ണയ്ക്ക് മോയ്സ്ചറൈസിങ് ഇതാണ്. അതുപോലെ തന്നെ ഡ്രൈ ഹെയർ ആണെങ്കിൽ അതിന് തിരഞ്ഞെടുക്കേണ്ട എണ്ണകൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള എണ്ണകൾ, അതുപോലെ താരനാണെങ്കിൽ അതും മെഡിക്കേറ്റഡ്, താരന് പറ്റിയ എണ്ണകൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് താരന് പറ്റിയ ഏത് തരം താരനാണെന്ന് ആക്സസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എണ്ണകൾ ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ പ്രിമച്ചർ ഗ്രേയിങ്ങിലും എണ്ണകൾ യൂസ് ചെയ്യുമ്പോൾ പ്രിമച്ചർ ഗ്രേയിങ്ങിൽ പറഞ്ഞിട്ടുള്ള മെഡിക്കേറ്റഡ് എണ്ണകൾ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി എത്ര തവണ എണ്ണ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ എങ്ങനെയാണ് എണ്ണ ഉപയോഗിക്കുന്നത്, ഇതിനൊക്കെ വരുന്ന ഡൗട്ടുകളാണ്. അപ്പം എത്ര തവണ എന്നുള്ളത് മുടിയുടെ ടൈപ്പിന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഓയിലി ഹെയർ ആണെങ്കിൽ നമുക്ക് മോയ്സ്ചറൈസിങ് ഇത് അധികം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതിനൊരു ഓയിൽനെസ്, അത് ഡ്രൈനെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ഹെയർ തന്നെ അതല്ലെങ്കിൽ സ്കാൽപ്പ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ആഴ്ചയിൽ 1-2 തവണ മാത്രമേ എണ്ണയുടെ ആവശ്യം വരുന്നത്. ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ 3 തവണ വരെ ആഴ്ചയിൽ നമുക്ക് എണ്ണ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഗ്രേയിങ് ഉണ്ടെങ്കിലും ഒക്കെ ഈ 2 കണ്ടീഷൻ്റെ അകത്ത് തന്നെയാണ് അങ്ങനെ വരിക. പ്രിമച്ചർ ഗ്രേയിങ് ആണെങ്കിലും അവർക്കും ഡ്രൈ സ്കാൽപ്പോ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പോ ആയിരിക്കും. അപ്പോൾ എണ്ണ തേക്കേണ്ട വിധം ഇങ്ങനെയാണ്. ഇനി എത്ര സമയം വരെ തേക്കാം? അതായത് എണ്ണ തേക്കുന്ന ദിവസം നല്ലപോലെ തലയിൽ വേർപ്പോ അതല്ലെങ്കിൽ ചെളി പറ്റിയ ദിവസങ്ങളാണെങ്കിൽ അന്ന് എണ്ണ തേക്കാതിരിക്കുകയാണ് നല്ലത്. ആ നനവോടുകൂടി എണ്ണ തേച്ച് കഴിഞ്ഞാൽ അത് ദോഷമാണ്. ഫംഗൽ ഗ്രോത്തോ അതല്ലെങ്കിൽ താരനൊക്കെ ഉണ്ടാവാൻ അത് ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഓയിലിംഗ് കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എണ്ണ തേക്കുമ്പോൾ പാർട്ടീഷൻ എടുത്ത് സ്കാൽപ്പിൽ മാത്രം ഓയിൽ തേക്കാൻ ശ്രദ്ധിക്കുക. അത് തന്നെ ഫിംഗർ ടിപ്പിൽ എണ്ണയെടുത്ത് സർക്കുലർ മസാജ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അത് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അത് എണ്ണ തേച്ച് കഴിഞ്ഞ് മാക്സിമം പോയാൽ 30 മിനിറ്റ് തലയിൽ വെച്ചിരിക്കും. അത് കഴിഞ്ഞ് അത് വാഷ് ചെയ്ത് കളയണം. ഓവർനൈറ്റ് തലയിൽ എണ്ണ വെക്കരുത്. അടുത്തത് കഴിഞ്ഞിട്ട് ഇത് എപ്പോൾ വാഷ് ചെയ്യണം? നേരത്തെ പറഞ്ഞല്ലോ 30 മിനിറ്റിനകത്ത് ഇത് വാഷ് ചെയ്ത് കളയണം. ഇനി ഈ വാഷ് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? താളിയാണോ ഷാമ്പൂ ആണോ? എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഷാമ്പൂ തന്നെയാണ്. ഷാമ്പൂ ആണെങ്കിൽ നമുക്ക് ഓവർ ദ കൗണ്ടർ കിട്ടും. അപ്പം അതിൽ ഷാമ്പൂ സെലക്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ എണ്ണ സെലക്ട് ചെയ്ത പോലെ തന്നെ ഓരോ സ്കാൽപ്പിനും അതുപോലെ ഓരോ ഹെയർ ടൈപ്പിനും അനുസരിച്ച് ഷാമ്പൂയും വ്യത്യസ്തമാണ്. അതും ഇതുപോലെ തന്നെ ഹെയറിനെ അതുപോലെ സ്കാൽപ്പിനെയൊക്കെ ഓയിലി അതുപോലെ ഡ്രൈ സ്കാൽപ്പ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷനിൽ അണ്ടറിൽ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി അത് സ്കാൽപ്പിനും അതുപോലെ ഹെയറിനൊക്കെ നല്ലതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എണ്ണ തേക്കുന്ന പോലെ തന്നെ ഹെയർ വാഷിംഗ് ഷാമ്പൂ വാഷിങ്ങിനും ഇതുപോലെ തന്നെ ഓയിലി ഹെയർ ആണെങ്കിൽ അത് വീക്കിലി 3 പ്രാവശ്യം വരെ നമുക്ക് ഹെയർ വാഷ് റെക്കമെൻഡഡ് ആണ്. ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ 1-2 പ്രാവശ്യം, മാക്സിമം പോയാൽ 2 പ്രാവശ്യം. നോർമൽ ആണെങ്കിലും 2 പ്രാവശ്യം വരെ വീക്കിലി മുടി കഴുകാം, ഷാമ്പൂ ഉപയോഗിച്ച് കഴുകാം. ഇതുപോലെ നമ്മുടെ ഓയിലി ഹെയർ ആണെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ വല്ലാതെ ഓയിൽനെസ് കൂട്ടുന്ന സാധനങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക. അതുപോലെ ക്ലാരിഫയിങ് ഏജൻസ് ഉള്ള
ഷാമ്പു യൂസ് ചെയ്യാം. അതുപോലെ സൾഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആയുർവേദിക് കണ്ടൻസ് ഉള്ള ഷാമ്പു ആണെങ്കിലൊക്കെ ഇതുപോലെ ഹെയർ വാഷ് ചെയ്യാൻ നല്ലതാണ്. ഡ്രൈ ഹെയർ ആണെങ്കിൽ അത് ഓവർ ക്ലാരിഫൈ ചെയ്യുന്ന, അതായത് കൂടുതലായിട്ട് സ്കാൽപ്പിന് ഡ്രൈ ആക്കുന്ന കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നല്ലത്. അതുപോലെ താരനാണെങ്കിൽ താരന് പറ്റിയ കണ്ടൻസ് അതിലുണ്ടോ, അതല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു, ഇപ്പോൾ ഹെർബൽ ഷാമ്പു ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഷാമ്പു യൂസ് ചെയ്യാം. നെല്ലിക്ക, അങ്ങനെ ശിക്കക്കായ, അങ്ങനെയൊക്കെയുള്ള ഷാമ്പു താരന് യൂസ് ചെയ്യാറുണ്ട്. ഡ്രൈ സ്കാൽപ്പിന് ഇതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ കിട്ടുന്ന ഷാമ്പൂസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ട്രീറ്റഡ് ഹെയർസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ കളേർഡ് ഹെയർ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കെയർ കൊടുത്തിട്ട് വേണം ഷാമ്പൂ ചെയ്യാൻ. അപ്പോൾ കളർ പ്രൊട്ടക്റ്റൻ്റ് ആയിട്ടുള്ള ഷാമ്പൂസ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ. അതുപോലെ കെരാറ്റിൻ ബേസ്ഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യായിരിക്കും അവർക്ക് നല്ലത്. അതുപോലെ വളരെ വളരെ ഹാർഷായിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കേളി ഹെയർ ആണ്. കേളി ഹെയറിൽ ഇതുപോലെ വല്ലാതെ ഡ്രൈ ആക്കുന്ന ഹെയർ, അതുപോലെ ഭയങ്കര ഫോമിങ് ഏജൻ്റ് ഉള്ള ഹെയർ, അതൊക്കെ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് ക്ലീനിങ്ങും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ ഹെയറിൽ സ്ട്രോങ് പെർഫ്യൂംഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുടിക്ക് നല്ലതല്ല. അത് മുടി പൊട്ടിപ്പോകാനും അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ഓവർ സർഫാക്റ്റൻസ് ഉള്ള ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിലും, ഓവർ ക്ലാരിഫൈങ് ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിലും ഇവർ മുടികളൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ ഷാമ്പു കഴുകിക്കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. എല്ലാവർക്കും കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഡ്രൈ ഹെയറോ അതല്ലെങ്കിൽ ഫ്രിസി ഹെയർ ഉള്ളവർക്ക് മാത്രമാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് സ്കാൽപ്പിൽ ഷാമ്പൂയും ഹെയറിൻ്റെ എൻഡിലാണ് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഓയിലി സ്കാൽപ്പുള്ളവർക്ക് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. മുടി ഒന്ന് മാനേജ് ചെയ്യാൻ എളുപ്പത്തിനാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷാമ്പൂയിങ്ങും ഓയിലിങ്ങും ഹെയറിന് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഷാമ്പൂ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസിൽ ബേസ് വാട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ആദ്യത്തെ ഒരു 5 കണ്ടൻറ്റിൽ നമുക്ക് ആയുർവേദിക് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അതുപോലെ പാരബീൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം ഷാമ്പൂസും എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷാമ്പൂയിങ്ങിൽ നമുക്ക് മുടി ഡാമേജ് ആവുന്നതൊക്കെ ഒരു പരിധിവരെ